നമസ്കാരം. ഗോപൻ സ്വാമി മിസ്റ്ററി കുറച്ചു കാലം കൂടി തുടരുമെന്നുറപ്പാണ്. ഗോപൻ സ്വാമിയുടെ മൃതദേഹം വലിയ പോലീസ് സന്നാഹത്തോടു കൂടിയാണ് പോലീസ് കല്ലറ തുറന്ന് പുറത്തെടുത്തത്. ഇന്നലെ രാത്രി മുതൽ പോലീസിൻ്റെ സംരക്ഷണയിലായിരുന്നു ഗോപൻ സ്വാമിയുടെ കല്ലറയും പരിസര പ്രദേശങ്ങളും. കഴിഞ്ഞ ഒരാഴ്ചയോളം വീട്ടുകാർ ബഹളം വയ്ക്കുകയും ആത്മാഹൂതി ഭീഷണി ഉയർത്തുകയും ഒക്കെ ചെയ്തെങ്കിലും ഇന്ന് വീട്ടുകാരുടെ സമീപനം വളരെ ശാന്തതയോടെയായിരുന്നു. ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് പോവുകയും കേസിൽ തീരുമാനം എടുക്കാതിരിക്കുകയും പിന്തുണച്ചിരുന്ന ഹിന്ദു സംഘടനകൾ പോലും പതിയെ പിന്നോട്ട് മാറുകയും ചെയ്തതോടെ മാത്രമല്ല ഗോപൻ സ്വാമിയുടെ മക്കളിൽ പലരും അനാവശ്യമായി മതം കലർത്തിക്കൊണ്ട് വിവാദമുണ്ടാക്കാൻ ശ്രമിച്ചത് വലിയ വിമർശനത്തിന് കാരണമായതുകൊണ്ടാവാം ഇന്ന് വളരെ സംയമനത്തോടെയാണ് അവർ കാര്യങ്ങളെ സമീപിച്ചത്. മൃതദേഹം പുറത്തെടുത്തപ്പോൾ പൊതുസമൂഹത്തിന് ഒരു കാര്യത്തിൽ ഗോപൻ സ്വാമിയുടെ വീട്ടുകാരോട് ആദരവ് തോന്നി. അവർ പറഞ്ഞതിൽ കുറച്ചെങ്കിലും ശരിയുണ്ട്. അന്ധവിശ്വാസമാണെങ്കിലും അല്ലെങ്കിലും അവർ പറഞ്ഞതുപോലെ മൃതദേഹം സമാധി ഇരുത്തിയിരിക്കുകയായിരുന്നു. സമാധി ഇരുത്തിയതാണോ, സമാധി ഇരുന്നതാണോ, മരണശേഷമാണോ സമാധി ഇരുത്തിയത്, അതോ സമാധി ഇരുന്ന് മരണം കൈവരിക്കുകയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് കണ്ടെത്തേണ്ടതാണ്. എന്നാൽ മൃതദേഹം കല്ലറ തുറന്നപ്പോൾ കണ്ടെത്തിയത് ചമ്രം പിടഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ്. അതായത് ഗോപൻ സ്വാമി ചമ്രം പിടഞ്ഞ് ചാരിയിരിക്കുന്ന കാഴ്ച. ഗോപൻ സ്വാമിയുടെ മുകളിൽ ശിലകൾ കൊണ്ട് മൂടിയിട്ടുണ്ട്. എന്നാൽ ശിലയും ശിരസും തമ്മിൽ മുട്ടിയല്ല ഇരിക്കുന്നത്. അതായത് കല്ലിട്ട് മൂടുകയല്ല ചെയ്തത്. ഗോപൻ സ്വാമിയെ അവിടെ കൃത്യമായി ഇരുത്തിയിരിക്കുകയായിരുന്നു. ശില മുകളിലേക്ക്, കല്ലിൻ്റെ മുകൾ തട്ടിലേക്ക് മുട്ടിയിട്ടില്ല. ആ ശിലയ്ക്കുള്ളിൽ തന്നെയാണ് ഗോപൻ സ്വാമിയെ ഇരുത്തിയിരുന്നത്. മാത്രമല്ല മൃതദേഹം പൂർണ്ണമായും അഴുകിയിരുന്നില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. മൃതദേഹം അഴുകി തുടങ്ങിയിരുന്നു, പക്ഷെ മൃതദേഹം പോലീസ് പ്രതീക്ഷിച്ചതുപോലെ പൂർണ്ണമായും അഴുകിയിരുന്നില്ല. ഏതാണ്ട് 8 ദിവസമായി ഈ സംഭവം ഉണ്ടായിട്ട് 8 ദിവസം മുമ്പാണ് ഗോപൻ സ്വാമിയെ അവിടെ സമാധി ഇരുത്തിയത് എന്ന് വീട്ടുകാർ തന്നെ പറയുന്നുണ്ട്. 8 ദിവസം കൊണ്ട് മൃതദേഹം അഴുകേണ്ടതാണ്, എന്നാൽ പൂർണ്ണമായും മൃതദേഹം അഴുകിയിരുന്നില്ല. മൃതദേഹത്തിന് കേടുപാടുകൾ ഉണ്ടായിരുന്നു, ദുർഗന്ധമുണ്ടായിരുന്നു. എന്നാൽ അതിനെ അതിജീവിക്കുന്ന തരത്തിൽ കർപ്പൂരവും മറ്റ് സുഗന്ധദ്രവ്യങ്ങളും പുഷ്പങ്ങളുമൊക്കെ ചേർത്ത് വെച്ചിരുന്നുവെന്ന് റിപ്പോർട്ടുണ്ടായി. എന്തായാലും അതുകൊണ്ടൊക്കെ തന്നെയാണോ എന്ന് വ്യക്തമല്ല. നെറ്റിയിലും തലയിലുമൊക്കെ ഭസ്മക്കുറി ചാർത്തിയിരുന്നു. മൃതദേഹം പൂർണ്ണമായും അഴുകി നശിച്ചിരുന്നില്ല. വാസ്തവത്തിൽ മൃതദേഹം നശിച്ചു കാണും എന്ന പ്രതീക്ഷയിലാണ് ഫോറൻസിക് വിദഗ്ധരടക്കം മെഡിക്കൽ കോളേജിലെ സീനിയർ ഡോക്ടർമാരെ പോലും ഈ നെയ്യാറ്റിൻകരയിലെ സംഭവ സ്ഥലത്തെത്തിച്ചത്. അവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരും എന്നായിരുന്നു നേരത്തെയുള്ള നിഗമനം. എന്നാൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിയുന്ന സാഹചര്യത്തിലാണ് കണ്ടെത്തിയത് എന്ന് വിദഗ്ധ സംഘം റിപ്പോർട്ട് കൊടുത്തതുകൊണ്ട് ആംബുലൻസിൽ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയത്. മൃതദേഹത്തിൻ്റെ വാ തുറന്നിരിക്കുകയായിരുന്നു എന്ന് വ്യക്തമായിട്ടുണ്ട്. വാസ്തവത്തിൽ സമാധി അടയുമ്പോൾ ഒരിക്കലും വാ തുറന്നിരിക്കാറില്ല. അതൊരു ആശയക്കുഴപ്പമായി രൂപപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ചമ്രം പടഞ്ഞിരിക്കുകയായിരുന്നു എന്നത് വളരെ ശ്രദ്ധേയമായ സംഗതിയാണ്. മൃതദേഹത്തിന് കാര്യമായ പരിക്കില്ലായിരുന്നു എന്ന് പരിചയമുള്ള പലരും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സമാധി അടയുകയായിരുന്നു എന്നുള്ള വീട്ടുകാരുടെ നിലപാടിനോട് കൂടുതൽ പേർ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് മൃതദേഹം പുറത്തെടുത്തപ്പോൾ വ്യക്തമായിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും വ്യക്തമാവേണ്ടത് മരണം എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ചാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂടുതലും ശ്രദ്ധിക്കുന്നത് അത് തന്നെയാണ്. ഇത് ഗോപൻ സ്വാമിയുടെ മൃതദേഹം തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി DNA സാമ്പിളിന് അയക്കുന്നുണ്ട്. കൂടാതെ മൃതദേഹം മറ്റ് രാസപരിശോധനകൾക്ക് വിധേയമാക്കും. അവയവങ്ങളും മറ്റും രാസപരിശോധനകൾക്ക് വിധേയമാക്കും. ഏത് തരത്തിലാണ് മരണം സംഭവിച്ചത് എന്നറിയാനാണ് ഇത്തരം പരിശോധനകൾ നടത്തുന്നത്. വിഷം ഉള്ളിൽ ചെന്നാണോ, ശ്വാസം മുട്ടിയാണോ, അതോ സ്വാഭാവികമായി മരിച്ചതാണോ, എപ്പോൾ മരിച്ചതിന് ശേഷമാണോ മൃതദേഹം അവിടെ എത്തിച്ചത്, അതോ അവിടെ എത്തിയതിനു ശേഷം മരണം സ്വീകരിക്കുകയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായി പരിശോധനയിലൂടെ കണ്ടെത്തിയതിനു ശേഷം മാത്രമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. എന്തായാലും തൽക്കാലം പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം വീട്ടുകാർക്ക് മൃതദേഹം വിട്ടുകൊടുക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം. കാരണം ആ മൃതദേഹം എവിടെയായിരിക്കും ഇനി അടക്കുന്നത് എന്നതൊക്കെ അവർ തന്നെ തീരുമാനിക്കേണ്ടത്. ഒരു പക്ഷേ ആ കല്ലറയിൽ തന്നെ, സമാധിയിൽ തന്നെ വീണ്ടും അടക്കാനാണോ, അവിടെ അതുപോലെ തന്നെ മൃതദേഹം കൊണ്ട് ഇരുത്താനാണോ അവരുടെ തീരുമാനം എന്നൊന്നും വ്യക്തമല്ല. എന്തായാലും മരണമല്ല, അത് സമാധിയാണ് എന്ന നിലപാടിൽ വീട്ടുകാർ ഉറച്ചു നിൽക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് അത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങളൊന്നും വീട്ടുകാർ ഉയർത്തിയിരുന്നില്ല. മരണം എങ്ങനെ സംഭവിച്ചു എന്ന് തന്നെയായിരിക്കും പോസ്റ്റ്മോർട്ടവും അതിനുശേഷമുള്ള പരിശോധനകളും വഴി കണ്ടെത്താൻ പോകുന്നത്. ഗോപൻ്റെ ആരോഗ്യസ്ഥിതി മോശമാണ് എന്ന് നാട്ടുകാർ പറയുന്നത് ഗൗരവത്തോടു കൂടി തന്നെയാണ് പോലീസ് എടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഗോപൻ എങ്ങനെ നടന്ന് ഈ സമാധിയിലേക്ക് പോയി എന്നതും ഗോപൻ്റെ മരണം എങ്ങനെ സംഭവിച്ചു എന്നതുമൊക്കെ നിർണായകമാണ്.
ഒരുപക്ഷെ ഗോപൻ്റേത് സമാധിയാവാം എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു മൃതദേഹം പുറത്തെടുത്തപ്പോൾ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതേസമയം തല്ലിക്കൊന്ന് കുഴിച്ചുമൂടി തുടങ്ങിയ പ്രചരണങ്ങളൊക്കെ അസ്ഥാനത്തായി. വീട്ടുകാർ പറഞ്ഞ പല ഭാഗങ്ങളും ശരിയാണ് എന്ന് വ്യക്തമാവുന്ന സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ പോലും മരണകാരണം തീർച്ചയായും ഇതിൻ്റെ ദുരൂഹത അവസാനിപ്പിക്കുന്നതിന് നിർണായകമാണ്. ഒരുപക്ഷെ ഒരാഴ്ചയെങ്കിലും എത്തിയെന്ന് വരാം. അതിനു മുമ്പ് തന്നെ മൃതദേഹം വിട്ടുകൊടുക്കുമോ, അതുവരെ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിക്കുമോ എന്ന കാര്യത്തിലൊന്നും ഒരു നിശ്ചയമുണ്ടായിട്ടില്ല. എന്തായാലും വളരെ ജാഗ്രതയോടുകൂടിയാണ് പോലീസ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. എന്തായാലും ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സബ് കളക്ടർ ആൽഫ്രഡ് OV വാർത്തകളിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. പലപ്പോഴും ചെറുപ്പക്കാരായ ഓഫീസർമാർ അങ്ങനെ വേഗത്തിൽ മാധ്യമ ശ്രദ്ധ നേടാറുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പഠനകാലത്ത് തന്നെ IAS കിട്ടുകയും പരിശീലനം പൂർത്തിയാക്കി ഇവിടെ സബ് കളക്ടറായി ജോലിക്ക് കയറുകയും ചെയ്യുമ്പോൾ അവരുടെ ചിത്രങ്ങൾ വളരെ യാദൃച്ഛികമായി ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുമ്പോൾ വാർത്തയാവാറുണ്ട്. ഇത്തവണ ഈ സബ് കളക്ടർ എന്ന നിലയിൽ RDOയോട് ചുമതല വഹിച്ചിരുന്നത് വിൽഫ്രഡ് ആയിരുന്നു. വളരെ ചെറുപ്പക്കാരനായ ഈ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ 2022 57ാം റാങ്കോടുകൂടി IAS നേടിയ ആളാണ്. ഇദ്ദേഹം 3 തവണ തുടർച്ചയായി IAS എഴുതിയിട്ടുണ്ട്. ആദ്യം സിവിൽ സർവീസ് പരീക്ഷ എഴുതിയപ്പോൾ വിജയിച്ചില്ല. 2ാം തവണ എഴുതിയപ്പോൾ 310ാം റാങ്ക് നേടി. അങ്ങനെ ഇന്ത്യൻ തപാൽ വകുപ്പിൽ ജോലിക്ക് കയറി. പക്ഷെ വീണ്ടും ഒരിക്കൽ കൂടി എഴുതിയാണ് 57ാം റാങ്കോടുകൂടി കേരള കേഡറിൽ തന്നെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായി ജോയിൻ ചെയ്തത്. പാലക്കാട് സബ് കളക്ടറായി ആയിരുന്നു ആദ്യ നിയമനം. 2ാമതാണ് ഇപ്പോൾ തിരുവനന്തപുരം സബ് കളക്ടറായി നിയമിതനായിരിക്കുന്നത്. എന്തായാലും ആൽഫ്രഡിൻ്റെ പേര് ഈ വിഷയത്തോടുകൂടി ഏറെ ശ്രദ്ധയാവുകയും സോഷ്യൽ മീഡിയയിൽ ആൽഫ്രഡിനെ കുറിച്ചുള്ള വാർത്തകളും ചർച്ചകളും കൊഴുക്കുകയും ചെയ്തിട്ടുണ്ട്. പണ്ട് ദിവ്യ സയ്യരെക്കുറിച്ചും യതീഷ് ചന്ദ്രയെക്കുറിച്ചും മെറിൻ ജോസഫിനെ കുറിച്ചുമൊക്കെ ഇങ്ങനെ അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായി വാർത്തകൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകളുടെ കുരുക്ക് അഴിഞ്ഞു വരികയാണ്. ഇനി യഥാർത്ഥ മരണകാരണം കണ്ടെത്തിയതിനു ശേഷം മാത്രമേ പുതിയ ചർച്ചകൾക്ക് സാധ്യതയുള്ളൂ.